ഡിയേഴ്സ് അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു മുട്ടക്കറിൻ്റെ റെസിപ്പിയാണ്. പത്തിരിക്കും അതുപോലെ തന്നെ നൂൽപുട്ടിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറി. ദോശയ്ക്ക് വേണമെങ്കിലും ആക്കാം. അതിന് വേണ്ട 2 മുട്ട, 2 തക്കാളി, കുറച്ച് ചുവന്നുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി. തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം ഈ തക്കാളീൻ്റെയും മുട്ടേൻ്റെ ഒക്കെ അളവ് നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ആക്കണം കേട്ടോ. തോനെ ആൾക്കാരുണ്ടെങ്കിൽ 2 മുട്ടയൊന്നും മതിയാവില്ല. ഒരു 3-4 മുട്ടയൊക്കെ എടുത്താൽ ഒക്കെ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ തക്കാളി കേട്ടോ. കുറേ തക്കാളി ഉണ്ട്, ഒരു പുളിപ്പ് ടേസ്റ്റ് വരും. അപ്പോൾ തോനെ തക്കാളീൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരു ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. നമ്മുടെ ഒരു വീട്ടിലെ ക്വാണ്ടിറ്റിക്കും ആൾക്കാർക്കും അനുസരിച്ച് നമുക്കറിയാമല്ലോ നമ്മൾ വീട്ടിൽ എത്ര കഴിക്കലുണ്ട് അതിനനുസരിച്ച്. പിന്നെ ഈ മുട്ട നമ്മൾ എടുത്ത് വെക്കുന്ന ഈ മുട്ട ഉടച്ചിട്ട് ഒഴിക്കുക. അതിലേക്ക് ലേശം ഉപ്പിട്ട് കലക്കുക. അപ്പോൾ ഈ മുട്ട നമ്മൾ ഉടച്ചിട്ടല്ല ആക്കണം, കുഴിച്ചിട്ടിടുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. കറിയിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടിയുടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് തന്നെ അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ സാധാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ ചുവന്നുള്ളി ഇതാക്കണ മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ട എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനത് ജസ്റ്റ് മറന്നുപോയി, അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. പിന്നെ അതിലേക്ക് ലേശം നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് കൊടുക്കുന്ന എൻ്റെ മോനാണ് കേട്ടോ ഡ്യൂട്ടി ചെയ്യണത്. ഓനെ ഏൽപ്പിച്ചാണ് ഞാൻ കേട്ടോ. ചുട്ട് ചെറുതായിട്ടൊക്കെ പരിചയമുണ്ട്. ഇടയ്ക്ക് കൊടുക്കാറുണ്ട് അങ്ങനത്തെ പണികളൊക്കെ. എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കിച്ചണിൽ. അപ്പോൾ ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ ഒരു കൊഴിവുള്ള സമയത്ത്, മക്കൾക്ക് ഒഴിവുള്ള സമയത്ത് നമ്മൾ ഒരു കൂടെ പണിക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് ആയിരിക്കും കേട്ടോ. അതൊന്നും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ലേ. അപ്പോൾ മക്കളും കൂടെ കൂട്ടുകയാണെങ്കിൽ അത് നമുക്കൊരു ഹെൽപ്പായിരിക്കും. അത് ഒരു നല്ലതല്ലേ. ഒരൊറ്റക്കാണ സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാമല്ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. മക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാ പണിയും പഠിച്ചിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ വീട്ടിലുള്ള അമ്മമാർക്കൊരു ഒഴിവൊക്കെ ഉണ്ടാവുള്ളൂ. അമ്മമാർക്കായാലൊക്കെ ഒരു റെസ്റ്റ് വേണമെങ്കിൽ നമ്മൾ മക്കളും നമ്മളെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അതിലേക്ക് പിന്നെ ഈ തക്കാളിയും ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം കുട്ടിക്ക് കൊടുക്കുന്നതിനെ കൊണ്ട് ഞാൻ അധികം സാധനങ്ങളും പച്ചമുളക് ഇടാറില്ല. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന കുട്ടിക്ക് കൊടുക്കാത്ത സാധനങ്ങളിൽ ഞാൻ മുളക് ഉപയോഗിക്കാറുള്ളൂ. ഇനിയിപ്പോൾ അഥവാ ഇടുകയാണെങ്കിൽ തന്നെ ഞാൻ ചീണ്ടാതെ അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ തക്കാളി ജസ്റ്റ് കുറച്ചൊരു ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ മൂടി വെക്കുക കേട്ടോ. കാരണം മുട്ടയിൽ നമ്മൾ ഉപ്പിടുന്നതിനെ കൊണ്ട് ആ ഒരു കണക്കിന് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമുക്ക് ഏറാൻ പാടില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. കുറവാണ് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കും. പക്ഷേ ഏറിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്നൊരു ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ അതൊന്ന് ഒന്നൊക്കെ സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ കോമൺ ആയിട്ട് തന്നെ. പിന്നെ ഞാൻ ചെറിയ അടുപ്പിൽ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്. അവിടെ വലിയ ഇതൊന്നും കൊള്ളുന്നില്ല, അപ്പുറത്തെ പത്തിരി അപ്പുറത്തെ കറിയൊക്കെ ആയിട്ട്. അപ്പോൾ ചെറിയൊരു ഇത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, വറവൊക്കെ ഇടുന്നൊരു പാത്രം. എന്നിട്ട് അതിലേക്ക് ലേശം എണ്ണ ഞാൻ വെച്ചിട്ടുള്ളൂ. കാരണം കറി ഓൾറെഡി അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ ഞാൻ ഒഴിച്ച് പൊരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും പൊരിക്കാൻ, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഏതായാലും വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. പത്തിരി ചുടുന്നത് കാണാൻ നല്ല രസമുണ്ട്. പത്തിരിക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. മുട്ടക്കറി, പത്തിരി മുട്ടക്കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ടൈം വേണമല്ലോ. മുട്ടക്കറി ഉണ്ടാക്കാനല്ല ടൈം. പത്തിരി വാട്ടി കുഴച്ച് പറ്റി ചുട്ട് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. കുഴപ്പമില്ല, നമ്മൾ കുറച്ച് ആളെക്കൊണ്ട് ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ കുട്ടി എന്നെക്കൊണ്ട് ഇപ്പോൾ എനിക്ക് എണീക്കുമ്പോഴത്തേന് കുറച്ച് പണികളൊക്കെ ഉണ്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല, ഒരാൾ നോക്കിക്കോളും. അപ്പം അങ്ങനെ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തക്കാളി ഞാൻ ജസ്റ്റ് ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാറുണ്ട്. തക്കാളി ഒന്ന് വേവാഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞളാണ് ഇടുന്നത്. മഞ്ഞളാണ് ഇടുന്നത്. മുളക് പൊടി വേണമെങ്കിൽ ഇടാം. മുളകും മല്ലിയൊന്നും ഞാൻ ഇടുന്നില്ല. കുറച്ച് മഞ്ഞൾ മാത്രം, കറിക്കൊരു മഞ്ഞ കളർ ഉണ്ടാകാൻ വേണ്ടി മാത്രം. അപ്പം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ശരിക്കും ഒരു 10-15 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ കേട്ടോ ഇത്. നമ്മൾ വീഡിയോയിലാവുമ്പം എന്താണ് അതിൻ്റെതൊക്കെ പറഞ്ഞു തരുമ്പോൾ കുറച്ച് സമയം എടുക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു തേങ്ങ ഇതിലേക്കൊന്ന് തേങ്ങ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. തേങ്ങയിൽ ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ വറവിടാൻ ഉപയോഗിച്ചതുകൊണ്ട് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ അങ്ങനെ ഈ ഒരു തേങ്ങ ഞാൻ കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ടേക്ക്. പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം കയറ്റി, നല്ലോണം നീണ്ട വെള്ളമാവാൻ പാടില്ല, ഒരാവശ്യത്തിന് ആവാൻ പാടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാതെ നല്ലോണം തിളച്ച് മറിയാൻ നിൽക്കരുത്. സ്പൂൺ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ, കുടിക്കാൻ കഴിയണില്ല, ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നല്ലോണം വെള്ളം കൂടാൻ പാടില്ല, അതുപോലെ കുറേ തിളക്കാനും പാടില്ല. തേങ്ങ അരക്കണ കറികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ച് മറിഞ്ഞാൽ അത് കറി ഒരു വെള്ളം പോലായി മാറും. ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം സാധനങ്ങളൊന്നും ഇട്ടുണ്ടെങ്കിലും കറി നല്ല ടേസ്റ്റാണ് പത്തിരിക്ക് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആക്കി വെച്ച മുട്ട ഉണ്ടല്ലോ, ആ മുട്ടയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് അത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഇതായിട്ടുണ്ട്, പീസായിട്ടുണ്ട്. അത് അതിലേക്ക് ആ തിളക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കരിവേപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ കരിവേപ്പ് ഇടുന്നില്ല, കരിവേപ്പ് കൊണ്ടുവന്നില്ലാത്തതുകൊണ്ട് തന്നെ കരിവേപ്പ് ഇടുന്നില്ല കേട്ടോ അതിൽ. അപ്പം ഉപ്പ് വേണമെങ്കിൽ പിന്നെയും നോക്കി കൊടുക്കാം കേട്ടോ. ഉപ്പ് മുട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പും കൂടെ വരുമ്പം നല്ല ഉപ്പ് ആയി മാറും. കുറേ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് ഒരു പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തുള്ളി വരുന്ന സമയത്ത് നല്ലോണം തിളച്ച് പൊന്തരുത് കേട്ടോ. പ്രത്യേകം അതാണ് അതിൻ്റെ ഒരു ഇത് കേട്ടോ, പ്രത്യേകം നോക്കേണ്ട കാര്യം. തിളച്ച് മറിഞ്ഞ് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല കറി. അപ്പോൾ ഈ ഒരു സമയത്തൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പത്തിരീൻ്റെ കൂടെയും അതുപോലെ ഇതിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഞായറാഴ്ച ദിവസം എല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ കഴിക്കുക. നിങ്ങൾ പോസിബിളായ സമയത്തൊക്കെ എല്ലാവരും ഒന്നിച്ചാണ് കഴിക്കൽ. മക്കളൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. പിന്നെ പത്തിരീൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.